ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെരും മടിയനാണ്, വ്ളോഗ് ചെയ്യാൻ പെരും മടിയനാണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഇന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ വ്ളോഗ് ചെയ്യാൻ മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെക്കന്മാർ അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും ഉണ്ടാവും, അവരെ കൂടെ നമ്മൾ അടിച്ച് പൊളിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യാത്ര ചെയ്യുകയാണ്. എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടുപ്പിക്കാണ്. ഉടുപ്പി നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതേക്കാരം, എല്ലാവരും പോയതേക്കാരം. എന്നാലും എനിക്ക് ഉടുപ്പിയിലൊരു സ്പെഷ്യലായിട്ട് എനിക്കവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ഞാനിപ്പോൾ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് അവിടെ സെൻറ്റ് മേരി ഐസ്ലാൻഡിൽ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യാത്ര പോകാൻ പറ്റും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ കുറഞ്ഞ റേറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വിവരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യണത്. വളരെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് പോവാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ട്രെയിൻ ടിക്കറ്റാണ്. ട്രെയിൻ ടിക്കറ്റിന് നമുക്ക് തിരൂരിൽ നിന്നാണ് കേട്ടോ നമ്മൾ ട്രെയിൻ കയറുന്നത്. തിരൂരിൽ നിന്ന് ട്രെയിൻ കയറാൻ നമുക്ക് ആകെ 125 രൂപയാണ് ജനറലിൽ തിരൂരിൽ നിന്ന് ഉടുപ്പിക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി സ്ലീപ്പർ വേണ്ടവർക്ക് സ്ലീപ്പർ എടുത്തോ. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് എന്താണ് ജനറൽ തന്നെയാണ് എടുത്ത് പോണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്ന ചിലവ് 125 രൂപയാണ് ടിക്കറ്റിൻ്റെ ചിലവ്. ബാക്കി എന്തൊക്കെയാണ് ചിലവ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല, സിമ്പിളാണ്. എൻ്റെ വേഷം കണ്ടില്ല, ചെരുപ്പാണ് ഇട്ടിട്ടുള്ളത്. അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ജീനും അതേപോലെ തന്നെ ഒരു ടീഷർട്ടും, പിന്നെ ബാഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഷോർട്ട്സും ഒരു ജേഴ്സിയും മാത്രമേ ഉള്ളൂ നമുക്ക് വെള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാനുള്ള ഒരു തോർത്തും. വേറെ ഒരു സംഭവം നമ്മൾ കരുതിയിട്ടില്ല. ഇത്ര സിമ്പിളായിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയി പോരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഉടുപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഇനി ആരെങ്കിലും പോവാത്തവരും അവിടെ കാണാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ അവിടെ പോകാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഈ യാത്രയിലെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ആ ഒരു ഐസ്ലാൻഡ് ഉണ്ട്, സെൻറ്റ് മേരി ഐസ്ലാൻഡ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോയിട്ട് അവിടുത്തെ ആ ഒരു കാഴ്ച എന്നുള്ളത് നിങ്ങൾ കാണേണ്ടതാണ്. അവിടെ പോയിട്ട് നല്ല കാറ്റും ആ ഒരു നല്ലൊരു തണൽ വഴി ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്ന് ഉറങ്ങണം. അതാണ് എൻ്റെ ഒരു ഡ്രീമായിട്ട് ഞാൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഡ്രീമിലേക്ക് നമ്മൾ എത്തൂലേ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അവിടെ എത്തിയിട്ട് നല്ല വിശാലമായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ആരും ശല്യപ്പെടുത്താനില്ലാതെ ഒന്ന് കിടന്നുറങ്ങണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളെ ട്രെയിന് ഇവിടുന്ന് ഉടുപ്പിക്കുള്ളത് നമുക്ക് 11:30ക്കാണ് നമ്മളെ ട്രെയിൻ ഉള്ളത്. 11:30 ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ലേറ്റാണ്. നമ്മൾ ഉടുപ്പിയിൽ എത്തൽ 5:50 പുലർച്ചെ 6 മണിക്കാണ് നമ്മൾ ഉടുപ്പിയിൽ എത്തൽ. അപ്പോൾ ബാക്കി ഇനി ഞാൻ ലാഗ് ആക്കണില്ല, നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടോളി, നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഓക്കെ. തിരൂര് റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ലിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട്, വലിയ വികസനമാണ് നമുക്കിവിടെ. ലിഫ്റ്റൊക്കെ വരാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ നല്ലതിനാവട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൈ ഗായ്സ്, നമ്മുടെ ട്രെയിൻ എത്താൻ സമയമായിട്ടുണ്ട്. നമുക്ക് ബാക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കാം. എന്താ അവസ്ഥ എന്നറിയില്ല. വീക്കെൻഡാണ്, ദീപാവലിൻ്റെ ഓഫ് ഉണ്ടാവും. ജനറൽ മിക്കവാറും പെരും തിരക്കാവാനുള്ള സാധ്യത ഉണ്ട്. എന്താവുന്നുള്ള നമുക്ക് പോയേക്കാം. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗായ്സ്. ഫ്രണ്ടിലെ ജനറലിൽ തിരക്കുണ്ടോ നോക്കാം. അയ്യോ പെരും തിരക്കാണല്ലോ റബ്ബേ, പെരും തിരക്കാണ്. നിൽക്കാൻ പോലും സ്ഥലമില്ല. ജനറൽ പെരും തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പറിൽ കയറും. സ്ലീപ്പറിൽ കയറിയതിന് ശേഷം നമ്മൾ ടീറ്റിനെ കണ്ടിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് സീറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും. ജനറൽ എന്താവും അവസ്ഥ എന്നുള്ളത് നോക്കി നോക്കാം. ഇല്ലെങ്കിൽ സ്ലീപ്പർ കയറാം.
പെരുന്തിരക്കാണ്. ഫൈനലി നമ്മൾ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ട്രെയിൻ യാത്ര നിങ്ങൾക്കറിയാലോ, ജനറലായിരുന്നു. ആദ്യം സീറ്റൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. നിന്ന് കോഴിക്കോട് കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ സീറ്റ് കിട്ടി. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ പകുതി കെടുക്കാനായി, പിന്നെ ഫുള്ള് കെടുക്കാനായി. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. ഇപ്പോൾ സമയം ഇവിടെ 6 മണിയായി. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്നും കിടന്നുകൊണ്ട് നമുക്ക് കുറച്ചൊരു 8 മണി 9 മണിയൊക്കെ ആക്കാം. കാരണം നമുക്ക് എങ്ങനെയായാലും അവിടെ എത്തിയിട്ട് 10 മണിക്കേ തുറക്കുള്ളൂ. അങ്ങനെ നമുക്കൊരു സമയം വെളുപ്പിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോർമെറ്ററി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡോർമെറ്ററി എടുക്കുകയാണ്. കാരണം ട്രെയിനിൽ നിന്ന് ഉറക്കം റെഡി ആയിട്ടില്ല. പിന്നെ ഇന്നലത്തെ കുറച്ച് ഉറക്കം വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഡോർമെറ്ററി എടുത്തിട്ടില്ലെങ്കിൽ സീനാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 മണിക്കൂറിന് ഡോർമെറ്ററി ഇവിടെ എടുക്കുകയാണ്. 3 മണിക്കൂറിൻ്റെ ഡോർമെറ്ററിക്ക് 222 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കി വെക്കാം. അത്യാവശ്യം വൃത്തിയൊക്കെ പുറത്തുനിന്ന് നോക്കിയിട്ട് കാണുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. ഇതാണ് ഡോർമെറ്ററി. അത്യാവശ്യം വൃത്തി കാണുന്നുണ്ട് പുറത്തുനിന്നൊക്കെ. ഇതാണ് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 3 മണിക്കൂർ കിടന്ന് ഉറക്കം നല്ല ക്ലിയർ ആക്കാം. അപ്പോൾ ഏതായാലും ഉറക്കം ക്ലിയർ ആകട്ടെ. ഉറക്കം കഴിഞ്ഞിട്ട് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇങ്ങനെ ഉറങ്ങി എണീറ്റു. സംഭവം പാളിപ്പോയിക്കണ്. 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമായിരുന്നു. ഞാൻ ഉണർന്നപ്പോൾ തന്നെ 9:15 ആയിക്കണം. പിന്നെ കുളിച്ച് മാറ്റി ഫ്രഷായി ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഏതായാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഉറക്കമായിരുന്നു. 222 റുപ്യ കൊടുത്തത് മുതലായി. കാരണം നല്ല ഉറങ്ങി, നല്ല വൃത്തി ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഫുൾ സെറ്റായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ബഡ്ജറ്റ് നിങ്ങളെ മനസ്സിലുണ്ടായിക്കോട്ടെ. എപ്പോഴും നമുക്ക് ട്രെയിൻ ടിക്കറ്റിനുള്ള പൈസ മാത്രമേ ആയിട്ടുള്ളൂ. ഇത് എക്സ്ട്രാ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇരുന്നിട്ടോ കിടന്നിട്ടോ ഒക്കെ നേരം വെളുപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത പണിയെന്ന് പറയുന്നത് നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. നല്ല വിശക്കണുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പം വയറ് പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാനെല്ലാം പോവും. അപ്പോൾ ആദ്യം നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ഓട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരാണ് ഒരു ഓട്ടോയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരാളായതുകൊണ്ട് ഒരു ഓട്ടോൻ്റെ ചാർജ് ഫുള്ള് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 3 ആളായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ ലാഭമാവും. ഓട്ടോക്കൊക്കെ എത്രയാണ് ചാർജ് എന്നുള്ളതൊന്നും അറിയില്ല. കുറേ കാലങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നമുക്ക് ഓട്ടോക്കൊക്കെ എത്ര ആവും എന്നുള്ളത് ചോദിച്ചേക്കാം. പിന്നെ ഇവിടെ ഓട്ടോക്കാർക്ക് ചാമ്പൽ നടക്കൂല. കാരണം പ്രീപെയ്ഡാണ് ഇവിടെ. ഓട്ടോ പ്രീപെയ്ഡാണ്. അപ്പം നമുക്കതെന്താണെന്നുള്ളത് നോക്കി നോക്കാം. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ആയിട്ടുള്ളത് 110 റുപ്യയാണ്. 3 ആൾക്ക് ശരിക്കും നിങ്ങൾക്ക് ഈ ഓട്ടോയിൽ പോവാം. നമ്മൾ ഒരാളായതുകൊണ്ട് 110 കൊടുത്ത് നിങ്ങൾ 3 ആളാണെന്നുണ്ടെങ്കിൽ 110 ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 ആളായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അതല്ല ഇന്നെപ്പോലെ നിങ്ങൾക്ക് സോളോ ആയി വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാൻ പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചിലവ്. പിന്നെ ഈ ഉടുപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ നമ്മളെ തിരൂരും താന്നൂരൊക്കെ ഇറങ്ങിയ മാതിരി തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഇനി അടുത്തത് നമുക്ക് ബസ് സ്റ്റാൻഡ് പോയേക്കാം. ഞാൻ കുറേ കാലങ്ങൾക്ക് മുന്നേ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്.
അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഇന്ന പ്രീപെയ്ഡ് നിന്ന് ചാമ്പ്യോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, ആകെ കുറച്ച് ദൂരമുള്ളൂ. അതിന് എൻ്റെ അടുത്ത് 110 റുപ്യ മേടിച്ച്. ഏതായാലും പോട്ടെ, ഓട്ടോക്കാർ ചാമ്പൂല എന്നുള്ള ധൈര്യത്തിലാണ്, പ്രീപെയ്ഡ് ആയതുകൊണ്ട് ചാമ്പൂലല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് പോയത്. ഇത് പ്രീപെയ്ഡ് ചാമ്പ്യോ എന്നൊരു ഡൗട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്കൊരു ഫുഡ് കഴിക്കണം. കുറച്ചൊരു വൃത്തിയുള്ള ഹോട്ടൽ നോക്കി കയറിക്കാണ്ട് ഫുഡ് കഴിക്കണം. പണ്ട് ഇവിടെയൊക്കെ ഹോട്ടലുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണാനില്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. നല്ല വൃത്തിയുള്ള ഹോട്ടലിൽ ഞാൻ കയറണമെന്ന് പറയാനുള്ള കാരണം ഇവിടെ നിന്നല്ല, എവിടെ ആയാലും ഞാൻ വൃത്തി നോക്കിയിട്ടേ ഹോട്ടലിൽ കയറുള്ളൂ. എത്ര വൃത്തി നോക്കിയാലും അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. എന്നാലും നമ്മളെ നാട്ടിലല്ലാത്തതുകൊണ്ട് നമുക്കതൊന്ന് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ യാത്രനെ ബാധിക്കും. ഏതായാലും നമുക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് കുറച്ചൊരു വൃത്തി. ഹായ് ഗായ്സ്, ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. നമ്മൾ ആൾക്കാരെന്ത് വിചാരിക്കുന്നുള്ള വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്താ ഉള്ളത് കഴിക്കാൻ? പൂരി മസാല ഉണ്ടോ? ഒരു പൂരി മസാല, ഒരു ചായ. പൂരി മസാല ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ടെൻഷനില്ല. എത്ര ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും, എത്ര ഉറുപ്പ്യെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും നമ്മൾ അറിയാത്ത സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ വില ചോദിക്കണം എത്രയെന്നുള്ളത്, അല്ലെങ്കിൽ ചാമ്പാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ വില ചോദിക്കാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൽ ട്രൈപ്പോഡും കെടുക്കാൻ പണിയൊക്കെ പിടിച്ച് നിൽക്കണതുകൊണ്ട് ഒരു ചാമ്പൂല എന്നുള്ള ധൈര്യത്തിലാണ്. ഇനി അഥവാ ചാമ്പാണെന്നുണ്ടെങ്കിലും ആൾക്കാർ അറിയുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു മാന്യത പുലർത്തുന്നുള്ളതുകൊണ്ടാണ്. ഏതായാലും നോക്കി നോക്കാം നമുക്ക് എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മളെ എന്താണ് ഇത് പൂരി മസാല എത്തിയിട്ടുണ്ട്. പൂരിയേ ഉള്ളൂ, ഇതിലും മസാല ഒന്നും കാണുന്നില്ല. നല്ല ചൂടുള്ള സാധനം കേട്ടോ, പുക പറഞ്ഞിട്ടുണ്ട്. എന്താവും എന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കാം. എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കാം. പൂരിൻ്റെ ഒരു പീസ് എടുക്കാം. ഇത് എന്താ പറയുക, ചെറുപയർ കറിയാ? എന്ത് മസാല? ചെറുപയറൊക്കെയാണ് തോന്നുന്നത്. നമ്മളെ ചട്നിയിൽ മുക്കാം. പൂരി കുഴപ്പമില്ല. ഇതൊക്കെ തോന്നുന്നത് മറ്റേ ഇതാണ്, ചെറുപയർ കറിയാണ് തോന്നുന്നത്. ഒരു ചോയ, അതും ഉപ്പും നല്ല ഉണ്ട്. 10 പൈസക്കില്ലാത്ത സാധനം. ഏതായാലും തിന്നല്ലാതെ വേറെ ഗതിയില്ല. പൂരി കഴിച്ച് കഴിഞ്ഞു. പൂരി ഒന്നും ആയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മസാല ദോശ ഓർഡർ ചെയ്തു. മസാല ദോശയിൽ സ്പൂണൊക്കെ കൊടുന്ന് വെച്ചു. എന്തിനാണെന്നാവും. അലാക്കിൻ്റെ മസാല ദോശയാണിത്. മസാല ദോശ എന്താ ടേസ്റ്റ് നോക്കാം. നോക്കട്ടെ. മസാല ദോശ വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. സാമ്പാറൊക്കെ ഒരു സൊറവെള്ളമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത് നിങ്ങൾ ഓരോ ഡിപ്പെൻസാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് 2 പൂരി തിന്നു കഴിഞ്ഞാൽ പള്ള നിറയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ തിന്നേണ്ടി വരില്ല. എനിക്ക് ചിലപ്പോൾ ഈ മസാല ദോശ തിന്നാലും വയറ് നിറഞ്ഞെന്ന് വരില്ല. അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ബഡ്ജറ്റ് ഇങ്ങനെ കയറിപ്പോവും. നമുക്ക് ടോട്ടലായിട്ടുള്ള ബില്ല് 140 കേട്ടോ. ഇതിൻ്റെ മാതിരി ഹെവി കഴിക്കൽ കഴിച്ചതുകൊണ്ടാണ്. മസാല ദോശക്ക് 60 റുപ്യ. നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഫുഡ് കഴിച്ചിറങ്ങി. ഞാൻ ഫുഡ് കഴിക്കണോടത്ത് നല്ല ദമ്മിൽ മലയാളത്തിൽ പറയായിരുന്നു. പിന്നെ മലയാളമല്ല, ഇവിടെ ഉള്ളവർക്കൊന്നും നമ്മളറിയില്ലല്ലോ എന്നുള്ള ധൈര്യത്തിലായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മളൊരു മലയാളി ബ്രോ വന്ന് കണ്ട്, എവിടെ സ്ഥലം മലപ്പുറമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എവിടെ പോയാലും നമ്മളെ മലയാളികളുണ്ടാവും.
ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, വയറ് നിറഞ്ഞു. ഇനി അടുത്ത പരിപാടി നമുക്ക് ബസ് കയറണം. ഏതാ ബസ് കയറേണ്ടതെന്നൊന്നും അറിയില്ല. ചോദിച്ചു നോക്കാം നമുക്ക്. സെൻറ്റ് മേരി ഐസ്ലാൻഡ്. യെസ്, ബസ് കിട്ടി ഗായ്സ്. സീറ്റില്ല, സെയിം അവസ്ഥ. ബസ് കയറി, സീറ്റില്ല, പോസ്റ്റാണ്. നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് തന്നെയാണ്. വ്ളോഗർ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. യെസ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു നൊസ്റ്റു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും നൊസ്റ്റു ഫീലാണ് കേട്ടോ. കാരണം നമ്മളെ നാട്ടിൽ നമുക്ക് ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ, പെണ്ണുങ്ങളായിരിക്കുമല്ലോ ഇരിക്കൽ. പണ്ട് നമ്മൾ ഉമ്മാൻ്റെ ഒപ്പൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കണ ആ ഒരു ഫീലൊക്കെയാണ് കിട്ടുന്നത്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യണം. ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേടിയും ബേജാറില്ല നമുക്ക്. കാരണം ഇവർക്ക് ആർക്കും മലയാളം അറിയില്ലല്ലോ, നമുക്ക് എന്തും പറയാം. അപ്പോൾ അതുകൊണ്ട് ഇവരിന്നെന്ത് വിചാരിക്കും, ഓരെന്ത് വിചാരിക്കും എന്നുള്ള പേടിയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് വ്ളോഗൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതേ വരവ് ഞാൻ നമ്മൾ ചങ്ങായിമാരൊപ്പം അല്ലെങ്കിൽ ഫാമിലിൻ്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താട്ടാൻ പറ്റില്ല, വീഡിയോ ചെയ്ത് നിങ്ങളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ ഒറ്റ കണ്ട് ഇറങ്ങിക്കോളി അല്ലേ. ഒരു ഹായ് കൊടുത്താണ്, ഒരു ഹായ് കൊടുത്താണ്. ഹായ് ഹായ്, യൂട്യൂബാണ്. ഇങ്ങനെ കൊടുത്തോളി, ഒരു ഹായ് കൊടുത്തോളി. ആണ്, എല്ലാവരും വൈബാണ് നമ്മളായിട്ട്. ഏത് ബസ്സാണ് കയറിയത് എന്നുള്ളത് നിങ്ങളോട് പറയാൻ മറന്നു. ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നേരെ മാൽപ്പേക്കുള്ള ബസ് കയറാം. ഫോണടിക്കൊന്നും കുറവില്ല, നമ്മളെ നാട്ടിൽ വരുത്താൻ. എന്താ പോണേ ആവൂല വല്ല പിടിച്ചിരിക്കണം. സംഭവം പിന്നെ ഡ്രൈവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നെവറാക്കാണ്. ആയിക്കോട്ടെ ചേട്ടാ, പോനെ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഡ്രൈവറ്, നമ്മളെ മുത്തുമണിയാണ്. അവൻ കത്തിച്ച് വിടൂട്ടഞ്ഞി. സംഭവം ആള് നല്ല മോട്ടറാവും. മോട്ടറാക്കി കഴിഞ്ഞാൽ നല്ല മോട്ടറാവും. റോഡൊക്കെ വളരെ ശോചനീയാവസ്ഥയിലുള്ള റോഡാണ് ഇവിടെ. ഇവിടുത്തെ അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം സുഹൃത്തുക്കളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ റോഡിലൊന്നും ഒരു പുതുമയില്ല, കാരണം നമ്മുടെ നാട്ടിൽ ഇതിലും അപ്പുറമാണല്ലോ. ഇവിടെ വികസനം വരാൻ കേട്ടോ, രണ്ട് സൈഡിൽ റോഡൊക്കെ വീതി കൂട്ടിയാണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമാധാനമെങ്കിൽ ഈ നാട്ടുകാർക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മളെ ബാലൻസ് പൈസ ഇട്ടിരുന്നു 100 രൂപ കൊടുത്തിട്ട് 70 16 രൂപയാണ് കേട്ടോ ഇവിടുന്ന് മാൽപ്പേക്ക്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ബസ് ഇറങ്ങി നമ്മൾ മാൽപ്പയിൽ വന്നു. ഇതാണ് നമ്മൾ വന്ന റോഡ്. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റോട്ടിനാണ് നമുക്ക് നടക്കേണ്ടത്. ഈ റോട്ടിന് ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ബീച്ചിലേക്കുള്ള കവാടും കാര്യങ്ങളൊക്കെ കാണാം. ആ റോട്ടിന് കുറച്ച് നടക്കണം. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്ലാസ്റ്റിക് ഐറ്റംസുകളൊന്നും കയറ്റാൻ പറ്റില്ല. വാട്ടർ ബോട്ടിൽ, അതേപോലെ തന്നെ ഈ ചിപ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ഫുഡ് ഐറ്റംസും ഒരു പ്ലാസ്റ്റിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളിപ്പോൾ കുറച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് ദ്വീപിലേക്ക്. ആ ബോട്ട് സർവീസ് നമ്മളാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ 200 രൂപ 250 രൂപ ആയിരുന്നു. ഇപ്പോൾ എത്രയാണ് അയക്കണമെന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അത് കൊടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, 1 മണിക്കൂർ സമയം ഉണ്ടാവും. അത് ഇവർ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കും, അവിടുന്ന് ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ആണ് നമുക്ക് ഈ ഒരു പൈസ വരുന്നത്. ഇതുവരെ അവിടെ കൊണ്ടുപോയി ഇറക്കി വിടും, എന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് തിരിച്ച് വരണം എന്നുള്ളതും പറയും. 1 മണിക്കൂറാണ് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അത്.
അപ്പോൾ ഞാനിപ്പോൾ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് പോണത്. ഈ 4 പ്രാവശ്യം പോകുമ്പോഴും 1 മണിക്കൂർ കൊണ്ട് ഇറങ്ങിയിട്ടില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കി. കാരണം ഏത് വണ്ടിയിലാണ് വന്നത്, നമ്മൾ എപ്പോഴാണ് വന്നത് എന്നുള്ളതൊന്നും ഓർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. എല്ലാവർക്കും ഒരേ ടിക്കറ്റാണ്. പിന്നെ കയറുമ്പോൾ മാത്രമേ ടിക്കറ്റ് നോക്കുള്ളൂ, തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് നോക്കില്ല. അതുകൊണ്ട് നമ്മളാണ്ട് ചെന്ന് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊയങ്ങുണ്ട് കേട്ടോ, നടന്ന് ശീലമില്ല, അതൊന്ന് കുറച്ചാണ് നടക്കാനുണ്ട്. നമ്മളിന്ന് പ്ലാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഉള്ളിൽ പോവും, അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ മൊത്തങ്ങളെ കാണിക്കും. എന്നിട്ട് ഞാനവിടെ കിടന്നുറങ്ങും. എന്നിട്ട് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ എന്താട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ അതാണ് നമ്മളെ പ്ലാന് പ്രകാരം നടക്കുമെന്നുള്ളത് നോക്കാം. കുറച്ച് നടക്കാനുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സൈഡിൽ മറ്റേ ഹാർബറും പരിപാടിയും മീൻ പിടിക്കലും ആ മീനിനെ അങ്ങോട്ടാക്കലും ഇങ്ങോട്ടാക്കലും പരിപാടിയൊക്കെയാണ്. നമുക്ക് ഒഡീഷയിൽ നമ്മളൊരു ചങ്കിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒഡീഷ എന്നുള്ളതാണ്. മൂപ്പര് എന്നോട് ഹിന്ദി അറിയുമെന്ന് വെച്ച്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ 4 കൊല്ലം ഹിന്ദി തോടാ മാലു ജാസ്തി മാലൂനെ. ആ ചോദിച്ചോളൂ, ചോദിക്കൽ ഹിന്ദി എന്താ? ബോലോ ബോലോ. हाँ हिंदी हिंदी आता है, मराठी भी आता है, लेकिन केरला भाषा आता नहीं, तमिली भाषा नहीं आता, तेलुगु भाषा नहीं आता। लेकिन कैसा आप लोग हिंदी में थोड़ा बात करेगा तो मैं आपका साथ बात करेगा। लेकिन मेरा उड़ीसा में पहले अपना था मुख्यमंत्री अपना नवीन पटनायक, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ, അതാണ് ഞങ്ങളെ മുഖ്യമന്ത്രി. सगाव पिनराई विजयन नहीं मालूम? पिनराई विजयन केरला का मुख्यमंत्री. केरला का मुख्यमंत्री उनका राज्य है, मेरा राज्य को मैं भूलता हूँ. നിങ്ങളെ ഇവിടെ ഒഡീഷ വേറെ രാജ്യമാണ്. അറിയില്ല കേട്ടോ, അറിയില്ല, ആരും ട്രോളരുത്. ഒഡീഷ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ബായ് ഇവിടെ ഉണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിക്കണോ, ഫോളോ ചെയ്തിക്കണോ എന്നെ? ഇൻസ്റ്റഗ്രാം എടുക്കൂ, ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് ഫോളോ ചെയ്യിപ്പിക്കാം നമുക്ക്. പരിധിയിലൊന്നും നമ്മളത് വരണില്ലല്ലോ. office.com, ദിസ് ഈസ് മൈ പേജ്, ഇൻസ്റ്റഗ്രാം പേജ്, ഫോളോ കറോ. ഓക്കെ, വീഡിയോ വരും. ബായ് വൈറലോ ആ ഫോട്ടോ ഓൾ ഇന്ത്യ ഫുൾ കേരള का आदमी पूरा बाइक വരും. मैं तो चूर टाउटर नहीं करता भैया, आपने तो मैंने तो भगवान देता है. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ മുത്തുമണിയാ, നിങ്ങൾ മുത്തുമണി പറയണമെന്നൊന്നും മനസ്സിലാവണില്ല. अपना मुखिया अपना जगन्नाथ मुखिया ने ഏത് പാർട്ടി? उड़ीसा पूरी, वो अपना हाथ पाव दिया ना. यस, काम करने का, खाने का, ये सब आता है ना. बस बाकी कुछ. ओके, बस बाय टाटा, बाय सी यू. സംഭവം മൂപ്പരായിട്ട് ഹിന്ദി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്. അതായത് ഞാൻ 4 വർഷം മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളവിടെ ഈ ക്ലീനിങ്ങിനുള്ള സ്റ്റാഫ്, പാക്കിങ്ങിനുള്ള സ്റ്റാഫ്, ലോഡിങ്ങിനുള്ള സ്റ്റാഫൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ഹിന്ദിക്കാരായിക്കാരം. അപ്പോൾ ഒറീസ ऑल इंडिया का जो ईस्टर्न ग्राम फेसबुक छोड़ता है, मालूम नहीं, वो जो पैसा भेजता है सबको, मालूम नहीं. अब वो काम करो. അപ്പോൾ എന്തോ പറഞ്ഞു പോയി മൂപ്പരാളെ. എനിക്ക് തോന്നുന്നത് കായ് ചോദിക്കാണെന്ന് തോന്നുന്നു, നമ്മുടെ അടുത്തുനിന്ന് കിട്ടൂലല്ലോ. പിന്നെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാനേജർമാരും ഹിന്ദി പഠിക്കും. അതൊരു 6 മാസം കൊണ്ട് തന്നെ ഹിന്ദിക്കാരൊപ്പം നിന്നുകാണ്ട് ഇവരെല്ലാവരും ഹിന്ദി പഠിച്ചിട്ടുണ്ടാവും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പക്ഷെ ഞാൻ 4 കൊല്ലം നിന്നിട്ടും ഞാൻ ഹിന്ദി പഠിച്ചില്ല. ഞാൻ ഹിന്ദിക്കാരോട് പച്ച മലയാളത്തിൽ പറയുള്ളൂ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം നിൽക്കണ ഹിന്ദിക്കാരൊക്കെ ഒരു 6 മാസം കൊണ്ട് മലയാളം പറയും. പച്ച വള്ളം പോലെ ഒരു മലയാളം പഠിക്കും.
കാരണം ഞാൻ മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താട്ടിയിട്ടില്ല, ഹിന്ദി അറിയൂല. അപ്പോൾ ഞാൻ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഷ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഭാഷേൻ്റെ ഒരാവശ്യമില്ല യാത്ര ചെയ്യാൻ. ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മെനുവിലെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സ്ഥലം എവിടെയെന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥലപ്പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ഭാഷ എന്നുള്ളത് ഒരിക്കലും യാത്ര ചെയ്യണതിനൊരു തടസ്സമല്ല. നല്ല കിതക്കണുണ്ട്, സമ്പത്രമൊന്നും നടന്ന് ശീലമില്ല, കുറച്ചും കൂടെ നടക്കാനുണ്ട്. ഏകദേശം എത്താനായി, ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. കണ്ടില്ലേ? ആ കാണുന്നതാണ് നമ്മൾ പോവാൻ പോണ ദ്വീപ്. ഉണ്ടല്ലേ? അവിടേക്കാണ് നമ്മൾ പോണത്. അവിടേക്ക് കാക്കാൻ്റെ തലയാണ് വരുന്നത്. കാക്കങ്ങളൊന്നും മാറിയത് കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബറാണ്. പിന്നെ ആ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള സ്ഥലം. മനസ്സിലായോ? കാണണ്ടോ? നല്ല നേക്ക് സ്ഥലമാണ്. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അതാണ് അവിടെയാണ് കിടക്കുന്നത്. അവിടേക്ക് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ബോട്ട് സർവീസ് ഉണ്ടാവും. ഇങ്ങനെ അവിടെ പോകും. എടോ, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്തിരുന്നിട്ട് അങ്ങോട്ട് കയറുമ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് പക്ഷേ റെക്കോർഡ് നിൽക്കാൻ മറന്ന് ഒന്നും കുടുങ്ങിയില്ല. അപ്പം ഞാൻ അതൊക്കെ കൂടി ഞാൻ ഒന്നും കൂടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, ഏകദേശം നമ്മളിവിടെ എത്തി. ഇന്നത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒറ്റക്കാണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യണം എന്നുള്ള നിർബന്ധം കൊണ്ട് വന്നതാണ്. നമ്മൾ ഫാമിലിൻ്റെ ഒപ്പം പോകുമ്പോഴും അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോഴൊക്കെ വ്ളോഗ് ഞാൻ എടുക്കും. പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആവില്ല. കാരണം ഓരോപ്പം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ആരപ്പോൾ ഇത് നമ്മളെ മൈമുട്ടിയാക്കും കുഞ്ഞാവാക്കൊക്കെ കൂടി ഇത് തോണി തള്ളണ്. ഇന്നാൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, തോണി തള്ളണണ്ടില്ലേ. അപ്പോൾ നമ്മളെ വിഷയത്തിലേക്ക് കംബാക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗൊന്നും കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ എൻ്റെ വാശിക്ക് ഞാൻ ഇറങ്ങിയതാണ്, ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ്. ചെക്കന്മാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചെക്കന്മാരൊക്കെ വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരൊക്കെ എല്ലാവരും ഒപ്പം നിന്നിട്ട് നമുക്ക് വ്ളോഗ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇന്ന് വ്ളോഗ് എങ്ങനെയായാലും ഞാൻ കംപ്ലീറ്റ് ആക്കും എന്നുള്ള വാശിയോട് കൂടി ഇറങ്ങിയതാണ്. അതാണ് പെണ്ണുങ്ങളൊന്നും കൂട്ടാതെ തന്നെ വന്നിരിക്കണത്. മലയാളികൾ ആരും ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിലും ഇപ്പം നമുക്കെന്താ, ഇപ്പം നമ്മൾ ഈ വ്ളോഗിങ്ങൊക്കെ തുടങ്ങാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ വലിയൊരു ട്രൈപ്പോഡ് കിടുങ്ങാൻ പണിയും പിടിച്ചുകൊണ്ടാണ് പോണത്. ഇതൊക്കെ ആൾക്കാരെന്താ വിചാരിക്കുക, അങ്ങനെയൊക്കെ പോകുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള നമ്മൾ പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കൂല. ഈ ആൾക്കാർക്കൊന്നും എന്നെ അറിയും കൂടിയില്ല, പിന്നെ എന്തിനാ ഞാൻ വരെ പേടിക്കണേ? അല്ലെങ്കിലും നമ്മളെ കുറിച്ചൊന്നും ആരും ഒന്നും വിചാരിക്കാനും പോകണില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. ഇപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എത്താനായി. ടിക്കറ്റിന് എന്താ വില എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നല്ല നടന്ന് കുഴങ്ങിയിരിക്കണേ. ഇതാണ് കേട്ടോ ടിക്കറ്റിൻ്റെ വില. 350 ഉറുപ്പ്യാണ്. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 150 രൂപ. പണ്ടൊക്കെ വന്ന ടൈമിൽ 250 അപ്പോൾ അതൊക്കെ മാറി 350 ആയിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല, 350 മുതലൊക്കെ ഉണ്ടാവും. ഇതാണ് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 350 രൂപയാണ് ടിക്കറ്റ്. നമുക്ക് കയറി വെക്കാം. അതായിട്ട് നമുക്ക് പോകാനുള്ള ബോട്ട്. ജാക്കറ്റ് കിട്ടിയിരിക്കുന്നു കേട്ടോ. ഈ ബാഗിൻ്റെ മേലെ കൂടി ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇടാ. ഫൈനലി ഗായ്സ് നമ്മളെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇതല്ലാതെ വേറൊരു മാർഗ്ഗം എനിക്കില്ല. ജാക്കറ്റ് ഇടൽ നിർബന്ധമെന്ന് പറഞ്ഞ് ബാഗ് ഇടൽ നമുക്ക് അതിലേറെ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു. ബോട്ടിൽ ആൾക്കാരായിക്കൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ 2-3 മലയാളികളുണ്ട്.
പക്ഷെ നമുക്ക് സീനില്ലല്ലോ, നമുക്കൊരു വാപ്പാനെയും പേടിയില്ലല്ലോ. നല്ല വെയിലുണ്ട് ഈ സമയത്ത്. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് വേണ്ട ദൃശ്യങ്ങൾ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ തന്നെ നിന്നിട്ടുണ്ട്, സീറ്റിലൊന്നും ഇരുന്നിട്ടില്ല. നമ്മളെ ബോട്ട് സ്റ്റാർട്ടായിട്ടാണ്, കര വിട്ട് തുടങ്ങി. ഇതിൽ പാട്ടുണ്ടാവും, അവിടെ സ്പീക്കറൊക്കെ കണ്ടില്ലേ, പാട്ടിടലുണ്ട് വരെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വന്ന സമയത്ത് ഫുള്ള് മലയാളം സോങ് ആയിരുന്നു ഇട്ടിരുന്നത്, കാരണം കൂടുതലും മലയാളികളായിരുന്നു. ഇപ്പം എന്താവും എന്നുള്ളത് അറിയില്ല. നമ്മുടെ ദ്വീപിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വലിയ ബോട്ടിലാണ് വന്നിട്ടുള്ളത്. ഈ ബോട്ട് ഇവിടെ ഇപ്പോൾ സൈഡാക്കും, സൈഡാക്കല്ല, ഇവിടുന്ന് നമ്മളെ ഈ ചെറിയ ബോട്ടിലായിരിക്കും ഞാൻ അടുത്തത് പോണത്. കാരണം ഇവിടുന്ന് ആ കരയിലേക്ക് വലിയ ബോട്ട് എടുക്കില്ല. അപ്പോൾ ഈ ചെറിയ ബോട്ടിൽ ഇനി നമ്മളെ കരക്കൽക്ക് എത്തിക്കും. ആ കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. ഈ ചെറിയ ബോട്ടിലായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. മുട്ടിച്ചു 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 മുട്ടിച്ചു. എന്താ സിസ്റ്റം, ഏതാണ് ആ കെട്ട്? ഈ ആൾക്കാർ ഇനി അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഏതാ നേക്ക് സ്ഥലം? കരയൊക്കെ അടുക്കാനുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് എൻട്രൻസ്. ഇത് ശരിക്കും നമുക്കൊരു 1 മണിക്കൂർ നടന്ന് കാണാൻ പറ്റുന്ന ചെറിയൊരു ദ്വീപ്. ഇത്രേ ഉള്ളൂ, 1 മണിക്കൂർ നടന്ന് കാണാൻ പറ്റും. പഠിച്ച റബ്ബേ, അത് താവുമോ? നമ്മളെ ദ്വീപിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മാൽപ്പയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുന്നു.
യെസ്, ഞാൻ നിങ്ങളോട് വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ല എന്തിനാണ് ചെരുപ്പിട്ടത് എന്നുള്ളത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഉപയോഗം. ഇത് മാത്രമല്ല, ഈ മണലിൽ നടക്കാനും ഷൂട്ടിട്ട് നടക്കൂല. കാരണം അനുഭവം ഗുരു എന്നുള്ളതാണല്ലോ. ആദ്യത്തെ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ ഷൂ ആയിരുന്നു ഇട്ടിരുന്നത്. അന്ന് അഡപടലം മൂഞ്ചി. പിന്നെ അതിന് ശേഷം ഫുള്ള് ചെരുപ്പിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ഉടായ്പ് പറഞ്ഞുതരാം. ആരും ഇത് അങ്ങനെ എടുക്കരുത്. ഇപ്പോൾ ഈ കയറുന്ന സ്ഥലത്ത് എൻട്രൻസിൽ ഇവിടുന്ന് വരും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കും. അങ്ങനെ നിങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ കൊടുന്നിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ നേരെ നടന്നു പോവാം. രണ്ടും സെയിം വഴിയാണ്. ഇവിടെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താവും റേറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യം ഈ എൻട്രൻസിൽ തന്നെ ആൾക്കാർ നിന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നവരെ ഫുള്ള് ബാഗൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യായിരുന്നു. ഫുള്ള് ചെക്ക് ചെയ്തൊക്കെ ഒഴിവാക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണില്ല. ഇപ്പോൾ വലിയ സീനില്ലാന്ന് തോന്നുന്നു. ഇവിടെയും കുറേ ആൾക്കാരുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും കാര്യങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട്. സ്വർഗത്തിലേക്കുള്ളൊരു വ്യൂ ആണ് അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോണത്. ഏതാ ഭംഗി! പെരയിൽ ഇങ്ങനെ ഒരു ഞായറാഴ്ച ഒഴിവ് കിട്ടുമ്പോൾ ചോറും വെച്ച് ടി വിയും കണ്ടിരിക്കാതെ ഇങ്ങനെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു. എന്താ രസം! വാവ്! എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ പറയും. ഒരു 350 ഉറുപ്പ്യക്ക് ഇത്രയും നല്ലൊരു ദ്വീപ് യാത്ര എന്നുള്ളത് ലാഭമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം. ലക്ഷദ്വീപിനെ പോലെയും അതേപോലെ തന്നെ മാൽദ്വീപ്സിനെ പോലെയൊക്കെ നേക്കായിട്ടുള്ള സ്ഥലമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ. നീല കളറ് വെള്ളം, വെള്ള കളറ് മണൽ, നീല ആകാശം. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമുക്ക് കുളിക്കാൻ പറ്റിയ ഏരിയ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് തപ്പി വെക്കാം. അതുണ്ടെങ്കിൽ അവിടെ നിന്ന് കുളിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ദ്വീപിന് എന്തോ കോക്കനട്ട് ഐലൻഡ് എന്ന് എന്തോ പേരുണ്ട് കേട്ടോ. അങ്ങനെ പേര് വരാനുള്ള കാരണം ഇവിടെ ഫുള്ള് തെങ്ങുകളാണ്. അധികം ഒരുപാട് തെങ്ങുകളുള്ളതുകൊണ്ട് അങ്ങനെ എന്തോ പറയും എന്നുള്ളത് ഞാൻ എവിടെ കേട്ട പരിചയമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വാസ്കോ ഡ ഗാമ ഉണ്ടല്ലോ, വാസ്കോ ഡ ഗാമ ഇവിടെ കാല് കുത്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സംഭവം നമുക്ക് ഒരു ദിവസത്തിനൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ദിവസത്തിനൊക്കെ നല്ല ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യത്തിൽ ഇങ്ങോട്ട് വരാം. കാരണം അത്രയും ചെറിയ പൈസ ഉള്ളൂ. ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് 120 ഉറുപ്പ്യ ആയത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ടും അതേ ഏകദേശം റേറ്റ് വരും. പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള ഓട്ടോ ചാർജ്, ബസ് ചാർജ്, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ 350 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വൺ ഡേ ട്രിപ്പ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നിങ്ങൾക്ക് വരാൻ പറ്റും. ആദ്യം ഇവിടെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റിയിരുന്ന്, ഇപ്പം അതെന്താണെന്നറിയില്ല. ഇവിടെ അടച്ചിക്കണം. എനിക്ക് തോന്നുന്നത് ആ സൈഡിലായിരിക്കും ഇറങ്ങാൻ പറ്റുക എന്ന് തോന്നുന്നു. ഇതൊക്കെ ഏതാ വ്യൂ എന്ന് നോക്കി. ഇതൊക്കെ നമ്മളെ കൂട്ടായി കടപ്പുറത്ത് കിട്ടും. ഇതൊക്കെ താന്നൂർ കടപ്പുറത്ത് കിട്ടുമോ ഇങ്ങനത്തെ സാധനമൊക്കെ? ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട സംഭവമാണ്. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്, എന്നിട്ടും ഇവിടെ ചടക്കൂല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫോട്ടോ എടുക്കാനുള്ള നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. അടിപൊളി ഫ്രെയിമുണ്ട്. പക്ഷേ നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ല. പക്ഷെ എൻ്റെ അടുത്തൊരു ഉടായ്പുണ്ട്. ഉടായ്പ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈപ്പോഡുമേ റിമോട്ടുണ്ട്. ആ റിമോട്ട് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ 2-3 ഫോട്ടോസ് ഞാനിവിടെ നിന്ന് ഒപ്പിക്കും. ഇതാകെ ചെറിയ ദ്വീപാണ് കേട്ടോ. ചെറിയ ദ്വീപ് എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വീപ്. നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് നടന്ന് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന സംഭവങ്ങളെ ഇവിടെ ഉള്ളൂ. ഇവിടെ കണ്ടില്ല ഈ പ്ലാസ്റ്റിക് കുപ്പിയേറ്റ് മനോഹരമായിട്ടുള്ളൊരു ആർട്ട്.
ഇവിടെയാണ് ഇറങ്ങാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ അധികം ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു എങ്ങനെയായാലും ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഇതിൽ കൂടെ ഇങ്ങനെ കുറച്ചുകൂടി പോയി കഴിഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ആരും അധികം ഉണ്ടാവില്ല. അവിടെ ഇറങ്ങി നല്ല ദമ്മിൽ കുളിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കൊരു ഡ്രോൺ വ്യൂ കാണുന്ന പോലല്ലേ ഉണ്ടാവും, എനിക്കറിയാം. നമ്മൾ ട്രൈപ്പോഡും എടുക്കുന്നതാണ്. ട്രൈപ്പോഡ് ഫുൾ ലെങ്ത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരുന്നൊരു വ്യൂ ആണ് ഈ കാണുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇതിലൂടെ നടക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇത് കാലിൽ ഓടിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അത്യാവശ്യം നല്ലോണം ഉണ്ട് ഇവിടെ. നമുക്ക് കുളിക്കാൻ പറ്റിയൊരു ഏരിയ നോക്കിയിട്ട് ഒന്ന് ഇറങ്ങി കുളിക്കണം. ഞാൻ കുറേ പിക്കടിക്കാൻ നോക്കി, നടപടി ആവണില്ല. എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് ആരെക്കൊണ്ടെങ്കിലൊക്കെ കുറച്ച് പിക്ക് എടുപ്പിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സമാധാനമായി കുറച്ച് ഉറങ്ങണം എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യമുള്ളത്. അതിന് പറ്റിയ സ്ഥലം എവിടെയെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഈ പാറക്കല്ലുകൾ സംഭവങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. എന്താ ഭംഗി! ഇതൊക്കെ കാണാൻ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി പോകണമെന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നമ്മൾ മാൽദീവ്സിലൊക്കെ പോയിട്ട് ഇതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിന് വാല്യൂ ഉണ്ടാവും. പക്ഷേ 350 ഉറുപ്പ്യ ചിലവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇത് കാണുമ്പോൾ ഇതിനാർക്കും വലിയ വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പ്രാവശ്യം വന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. ഇതേപോലത്തെ ഏതോ ഒരു ഏരിയ ആണ് നമ്മൾ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു പാറക്കല്ലുമ്മക്ക് കൊത്തിപ്പിടിച്ച് കയറാൻ നോക്കിയത് ഇവിടെ ഈ പരിസരത്ത് ഇവിടെയാണ്. ആ സമയത്ത് എൻ്റെ കാൽമണ് മുള്ളോടാൻ നല്ല പെയിന്. പിന്നെ കരക്ക വന്നിരുന്ന് നോക്കിയപ്പോൾ കാലിൻ്റെ അടിഭാഗം ഫുള്ള് മുള്ളാണ്. അങ്ങനെ ഫുള്ള് ഞങ്ങൾ പറിച്ചു, കുറേയൊക്കെ പറിച്ചു, ബാക്കിയുള്ളത് പറിക്കാതെ അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ നാട്ടിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പറിച്ചെടുത്തത്. അന്ന് നമുക്കിത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു റൗണ്ടിൽ മീൻ പോലത്തെ ഒരു സംഭവമുണ്ട്, മുള്ളുണ്ടായി കണ്ടുള്ള ആ സാധനമായിരുന്നു കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നല്ല ഉണ്ടാവും, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ജസ്റ്റ് ഇവിടെ വെള്ളത്തിലൊന്ന് ഇറങ്ങി നോക്കാം. ഓ, വലിയ തണുപ്പൊന്നുമില്ല, നല്ല സ്ലിപ്പാവും ഇവിടുത്തെ കല്ലുകൾ. ഇവിടെയൊക്കെ എല്ലാവരും കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് നൈസിൽ ഇവിടെ നിന്ന് ഇറങ്ങട്ടാ. സംഭവം നല്ല വെയിലാണ്, അതാണ് ഒരു ചടപ്പ്. ഇവിടെ ശരിക്കും നിങ്ങൾ വരേണ്ടത് ഈവനിങ് ഒക്കെയാണ്. നമ്മൾ പിന്നെ കിടന്നുറങ്ങാനായതുകൊണ്ടാണ് ഈ ടൈമിൽ വന്നിട്ടുള്ളത്. ഏകദേശം നടന്ന് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടാണ്. ഞാനിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചടച്ചിരിക്കും, മടിയായിക്കാണ്ട്.
അപ്പം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും കമോൺ ഹാഫീസ് കമോൺ വീഡിയോ ചെയ്യൂ ഹാഫീസ് എന്നിങ്ങനെ പറയും. അപ്പോൾ പിന്നെ ഇങ്ങനെ തിരിച്ച് പിന്നെയും വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങും. നമ്മളിപ്പോൾ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അധികം ആരും പോവാത്തൊരു ഏരിയയാണ് ആ സൈഡ്. അതായത് നമ്മൾ ഈ ബോട്ട് ഇറങ്ങിയിട്ടുള്ള അപ്പുറത്തെ സൈഡ്, ഈ സൈഡാണ് ഇനി നമ്മൾ കാണാൻ പോണത്. ഇതും കൂടി കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഉറങ്ങേ, അല്ലെങ്കിൽ കുളിച്ചിട്ട് ഉറങ്ങേ, അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് കുളിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. ഇത് സ്പീഡ് ബോട്ടാണ് കേട്ടോ. ഇതിൽ വരേണ്ടവർക്ക്, സ്പീഡ് ബോട്ടിൽ വരേണ്ടവർക്ക് ഇങ്ങനെ വരാം. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, പൈസ കുറച്ച് കൂടും, അത്രേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. ഇനി അതല്ല പൈസ കുറവ് വേണ്ടിയവർക്ക് ഇതേപോലെ നമ്മൾ വന്ന പോലെ ഇതിലും വരാം, ഇത്രേ മാറ്റമുള്ളൂ. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഒന്നും ഒരു മനുഷ്യക്കുട്ടിനെ കാണാനില്ല, ഒരാളും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഏരിയയാണ്, ഇതൊന്നും ആരും കാണാതെ പോണ ഏരിയയാണ്. കാരണം എല്ലാവരും നേരെ കയറിയിട്ട് ആ സൈഡിൽ കൂടി അങ്ങനെ പോയിക്കാണ്ട് പോരും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വന്ന സമയത്തും ഇവിടേക്ക് ആരും വന്നിട്ടില്ല. ഇതൊക്കെ നല്ല വ്യൂ ഉള്ള ഏരിയയാണിത്. ഒരു മനുഷ്യക്കുട്ടിയില്ല, നമ്മൾ മാത്രം. എന്താ വ്യൂ! യാ നല്ല വെയിലാണ് എന്നുള്ളൊരു സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും സെറ്റാണ്. ഇതൊക്കെയാണ് വ്യൂ. ഓക്കെ, ഇവിടെ ഒരു മനുഷ്യക്കുട്ടിയില്ല, ഒരാളും ഇവിടെ ഇല്ല, ഒരാളും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എല്ലാവരും കണ്ടില്ലേ, നേരെ എൻട്രൻസിൽ നിന്ന് കയറിയിട്ട് അതുവഴി അങ്ങനെ പോവും. ഇങ്ങോട്ട് ആരും വരില്ല. ഭയങ്കര സമാധാനമാണ് കേട്ടോ. ഞാൻ ഫോൺ നേരെ എയറോപ്ലെയിൻ മോഡാക്കി എടുത്തുവച്ചു. ദയവ് ചെയ്ത് ഇന്ന് എന്നെ വിളിച്ചിട്ട് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, വേറെ ഒന്നും വിചാരിക്കരുത്. എൻജോയ് ചെയ്യാൻ വന്നതാണ്, അതുകൊണ്ടാണ്. നല്ല ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ മോന്ത കണ്ടിരുന്നിട്ട് എന്താ കാര്യം? സ്ഥലമല്ലേ കാണണ്ടേ, കാണിച്ചു തരാം. ക്യാമറ തിരിക്കൂ. യോ വാവ്! ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിക്കണ് കേട്ടോ. ഇന്നെപ്പോലെ കുറച്ച് ഐഡിയ ഉള്ള ആൾക്കാർ എത്തിപ്പെട്ടുകണ് ഇങ്ങോട്ട്. ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ഡ്രോൺ ഷോട്ട് കാണിച്ചു തന്നാലോ? ഡ്രോൺ ഷോട്ടല്ല, നമ്മുടെ അടുത്തുള്ളൊരു ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം. വ്യൂകൾ നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളി. നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ എടുക്കണത്, എന്നാലും അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ കാണുന്ന പാറൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കിയാലോ? പറ്റുമെന്ന് നോക്കുള്ളൂ കേട്ടോ, പറ്റൂല്ലെങ്കിൽ കയറില്ല. കാരണം കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയൊക്കെയാണ്. ഇവിടെ തെന്നി വീണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും ഒരാളും വന്ന് നോക്കാനുണ്ടാവില്ല. ഒരു പട്ടിക്കുട്ടി പോലും ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാറകളൊക്കെ നല്ല സ്ലിപ്പാവുന്നുണ്ട്, ശ്രദ്ധിച്ച് വരണം. നല്ല സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ അതും കൂടി ശ്രദ്ധിച്ചാണ്ട്. വെറും എൻജോയ്മെൻറ്റ് മാത്രം നോക്കി വന്നു കഴിഞ്ഞാൽ തിരിച്ച് പെരി പോകാൻ തടി ഉണ്ടാവില്ല. നൈസായി ഇതിമ കൂടി ഇങ്ങനെ കയറി വയ്ക്കാലോ, എന്താവും സീനാവില്ലേ? ശരിയാ കേട്ടത് ശരിയാ, കാടിളകി വരും കൊമ്പനെ തളക്കാൻ. ആരൊക്കെ കയറിയിരിക്കണം കേട്ടോ ഈ കൂടെയൊക്കെ. നമുക്ക് നൈസായി കയറി വെക്കാം. ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ കൊണ്ടിങ്ങനെ കൊത്തിപ്പിടിച്ച് കയറലും കൂടി ആകുമ്പോൾ സംഭവം കുറച്ച് റിസ്ക്കാണ്. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ലേ, കയറാം. വാവ് സുഹൃത്തുക്കളെ, നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി എങ്ങനെ താഴെ ഇറങ്ങും എന്നുള്ളത് അറിയില്ല കേട്ടോ. മുകളിൽ ഏതായാലും എത്തിക്കണം.
ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നമ്മളാണുള്ളത്. ഏറ്റവും ടോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദ്വീപിൻ്റെ ഏറ്റവും ടോപ്പിൽ. ഇവിടെ നിങ്ങൾക്കൊരു ഡ്രോൺ വീഡിയോ കാണിച്ചു തരാം. ഏറ്റവും ടോപ്പിൽ. യെസ് യെസ് യെസ്. സെൻറ്റ് മരിയ ഐസ്ലാൻഡിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട്? ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ല. എങ്ങനെയുണ്ട്? നൈസല്ലേ? നൈസല്ലേ? ഇത് തിരിച്ചിറങ്ങലാണ് കേട്ടോ പണി. എങ്ങനെ തിരിച്ചിറങ്ങാമെന്നൊരു ഐഡിയ ഇല്ല. കയറിയ പോലെ ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല. കയറുമ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കയറി ഇറങ്ങാൻ കഴിയുമോ നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഇറങ്ങാമോ? നല്ല ചൂട്, നല്ല ദാഹം, ഒന്നും നോക്കിയില്ല. ഒരു കരിമ്പ് ജ്യൂസ് അങ്ങോട്ട് വാങ്ങി. തീരെ തണുപ്പില്ല. രണ്ടും കൽപ്പിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം നമ്മൾ. കുളിക്കാനുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട്. മൈക്കില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ സൗണ്ട് ക്ലിയർ ആവില്ല. മൈക്കില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ ഇറക്കുമ്പോൾ മൈക്ക് കിട്ടിട്ടില്ല. ഫോൺ വെള്ളത്തിൽ പോവാതിരുന്നാൽ മതിയായിരുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം. ഈ പാറൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞ ആ സംഭവം, ആ മുള്ളുള്ള മീൻ ഉണ്ടാവാനുള്ള സാധ്യത. ഇതൊരു പ്രത്യേക ഫീലാണ്. ഫോണ് വെള്ളത്തിൽ വീകാനും പാടില്ല. നിങ്ങൾക്കാണെങ്കിൽ ഫുള്ള് കാഴ്ചകൾ കാണിച്ചു തരും വേണം. ഇവിടുത്തെ വെള്ളത്തിന് ഉപ്പുണ്ട് കേട്ടോ, ഉപ്പില്ലായ്മയില്ല. സീനാണ്. ഫോൺ എടുത്ത് വെക്കട്ടെ, ഞാനൊന്ന് എൻജോയ് ചെയ്യാം. കാരണം ഫോൺ നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ വല്ലാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുളി കഴിഞ്ഞു, ഫോണിൽ ചാർജ് ഫുള്ള് കഴിഞ്ഞു. 1% ഉള്ളായിരുന്നു ചാർജ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് റിട്ടേൺ ബോട്ടിൽ വന്നു. പിന്നെ ഈ ഷോപ്പിൽ വന്ന് ഒരു എന്തായിരുന്നു, ഒരു മാംഗോ ബാറും പിന്നെ അതേപോലെ തന്നെ ബൊക്കവട ഉണ്ട്, ബൊക്കവടയും ചായയും കുടിച്ചു. 50 രൂപ ആയിട്ടുള്ളൂ കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കട. അവിടെ കുടിച്ച് പിന്നെ മാത്രമല്ല നമ്മളെ ഫോണിനും ഭക്ഷണം കൊടുത്ത്, ഫോണിൽ ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാണ്. ഇതാണ് നമ്മളെ സെൻറ്റ് മരിയ ഐസ്ലാൻഡിലേക്ക് പോകുന്ന റോഡ്. ഇതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി നമുക്ക് ബീച്ചിലേക്കൊന്ന് പോയേക്കാം, മാൽപ്പേ ബീച്ചിലൊന്ന് പോയേക്കാം. ഇവിടുത്തെ ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല, ആ കോസ്റ്റ്യൂമിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അഥവാ വെള്ളത്തൊക്കെ ഇറങ്ങേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാലോ എന്ന് കരുതിയിട്ട്.
അപ്പോൾ ഇവിടുത്തെ ബീച്ച് കുറേ നടക്കാനുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നടന്നെന്ന് പറഞ്ഞല്ലോ. ഈ നടത്തത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. 300 രൂപയായിട്ടാണ് ഒരു ദിവസം ബൈക്ക് റെൻറ്റിന് വരുന്നത്. ആ 300 രൂപ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണ അടിച്ച് കൊണ്ട് എത്ര വേണമെന്നുണ്ടെങ്കിലും ഓടാം. പക്ഷെ നമ്മളതൊന്നും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വേറെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, ഇവിടെ ഒരു കണ്ടൽക്കാടൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകാനുണ്ട്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനും, ഇവിടെ ഈ ബീച്ചിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ മെയിൻ ലക്ഷ്യം സെൻറ്റ് മരിയ ഐസ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊന്നും എടുക്കാൻ. പിന്നെ ഒന്നാമത് നമുക്ക് സമയമില്ല. നാളെ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നായയെ പേടിപ്പിക്കല്ല കേട്ടോ. നായയെ ഞങ്ങളെ നാട്ടിലത്തെ മാതിരി നാടൻ നായ്ക്കളും അല്ല, പടച്ച റബ്ബേ. ഇവിടെ ഫുള്ളും ഇങ്ങോട്ട് നോക്കി, ഫുള്ള് നായിൻ്റെ മക്കളാണ്. ഉടുപ്പിയിലൊക്കെ വന്ന് തെരുവ് നായൻ്റെ കടി ഏറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസളത്തരാണ്. അതൊന്നും ഇല്ലായിരിക്കട്ടെ. നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ അവിടെ ഒറ്റ നടന്നെത്തണം. ഇവിടെ വന്നവരൊക്കെ പറയണേ, ഞാനിവിടെ 4 പ്രാവശ്യം വന്നിക്കണമെങ്കിലും ഈ ബീച്ചിക്ക് വന്നിട്ടില്ല കേട്ടോ. ബീച്ചിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. എല്ലാവരും പറയൽ ഇത് ഗോവ, ഒരു മിനി ഗോവയാണെന്നാണ് എല്ലാവരും പറയൽ. ഏതെല്ലാം നോക്കി നോക്കാം നമുക്ക്. നല്ല സമാധാനമുള്ളൊരു യാത്രയാണ് കേട്ടോ, സത്യം പറയാം. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീഡമാണ്. എനിക്ക് തന്നെ ഇപ്പോൾ ഇന്ന് ഒരാളെ നമുക്ക് കാത്തുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഒരാളെയും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഒരാളെ നമ്മളെ പോസ്റ്റാക്കിയിട്ടില്ല. ഭയങ്കര സുഖം. അതായത് നമുക്ക് തോന്നുന്ന മാതിരി പോവാം. ഇനിയിപ്പോൾ ഇന്ന് 5:45 ട്രെയിൻ ഉണ്ട്, അപ്പോൾ അതിന് വേണമെങ്കിൽ പോവാം. ഇനി അതല്ല രാത്രി 11:30 ഒരു ട്രെയിൻ ഉണ്ട്, അതിനും പോവാം. 5:45 ട്രെയിനിന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആരും ചോദിക്കൂല. മറ്റേ നമ്മൾ വേറെ ആരെങ്കിലും കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലാ ഇക്ക് 5:45 ട്രെയിൻ തന്നെ പോകണക്ക്, നാളെ ഓഫീസിൽ പോകുള്ളൂ, എനിക്ക് നാളെ അങ്ങനെയുള്ള നാളെ ഇങ്ങനെയുള്ളതാണ്. എന്നിട്ട് നമ്മളെന്താട്ടണം, ഇവിടുന്ന് ഇതൊന്നും കാണാതെ നേരെ പോകണം. പാവം ഒരു പട്ടിക്കുട്ടി ചത്ത് കിടക്കണുണ്ടല്ലേ. ഓ, ഇന്നാലില്ലായി വൈനായില്ലേ രാജു. പിന്നെ അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല, ഒരാളെയും തൊള്ളയിലുള്ളത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ സ്വന്തം പെണ്ണുങ്ങളൊപ്പം വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, പെരി പോവാം. എനിക്ക് ഒരു യാത്ര പോകുമ്പോൾ അങ്ങനെ പറയണത് തന്നെ ഇഷ്ടമല്ല. നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് വരണം. അതാണ് നമ്മളെ ഒരു മെയിൻ സെറ്റ്. അപ്പോൾ നിങ്ങൾ അതിനെന്താട്ടാ, ഒന്നെങ്കിൽ യാത്രൻ്റെ വൈബുള്ള, യാത്രൻ്റെ മൂഡുള്ള ആൾക്കാരെ കൂടെ യാത്ര ചെയ്യുക. ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര മൂഡുള്ള ആ ഒരു വൈബുള്ള ആൾക്കാരെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ യാത്ര നമുക്ക് അത്രയും മറക്കാൻ പറ്റാത്തൊരു യാത്രയാവും. കാരണം അവരെ മെയിൻ എന്താണ്, യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഈ യാത്ര ചെയ്യാൻ ഒരു മൂഡും ഇല്ലാത്ത ആൾക്കാരിപ്പോൾ നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങൾക്ക് ചടക്കും. അപ്പോൾ അതിനെക്കാട്ടിയും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. ഭയങ്കര നൈസാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കൊണ്ട്. ഈ ബീച്ച് ഇവിടെ നിന്ന് കാണാൻ വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ. ഒക്കെ പട്ടികളൊക്കെ കിടക്കണുണ്ടല്ലേ. ഇവിടെയൊക്കെ എന്തൊക്കെയാണ് വന്ന് അടഞ്ഞ് കൂടിയിരിക്കണേ. കാക്കകളൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ഫുള്ള് ചപ്പും ചവറും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മളെ കോഴിക്കോടിനേക്കാളൊക്കെ മെച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കാക്കകളൊക്കെ കൂടി നിൽക്കുന്നുണ്ടെന്ന്. അത് സംഭവം ഇതാണ് കേട്ടോ, ഒരു പാമ്പ് ചത്ത് കിടക്കണുണ്ട്. ഇത് ഏതാ സാധനം, പാമ്പ് ഏതാ സാധനം എന്നൊന്നും നമുക്കറിയില്ല. ചത്തുക്കണായിരിക്കുമല്ലോ അല്ലേ, ചത്തുക്കണേ തോന്നുന്നു, ചത്തുക്കണേ. ഏതാ പാമ്പ് എന്നൊന്നും അറിയില്ല. ഏതായാലും ഒരു സൈസ് സാധനം. ഇതെങ്ങനെ കടലിലെത്തണത്? അതാണ് ഇവിടെ കാക്കകളും നായ്ക്കളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഏതായാലും വേഗം പോവാ, ഇത് നമ്മളെ സംഭവമല്ല. അപ്പോൾ അതാണ് ഗായ്സ് കാര്യം. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗാണ് കേട്ടോ, ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. ഞാനും ഹാപ്പിയാണ്. ഇതുവരെ ഈ വീഡിയോ ചെയ്തതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഈ ബീച്ചിൽ എന്തൊക്കെയാണെന്നുള്ള ഈ കാഴ്ചകളും കൂടി കണ്ടതിൻ്റെ ശേഷം നമുക്ക് നേരെ നാട്ടിലോട്ട് വിടാം. പിന്നെ അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇവിടെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ
ഇതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി ഫ്രെയിം നാക്കായിട്ട് ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൂര്യൻ അവിടെ നിന്നാണ് അടിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇങ്ങനെ റിവൈസ് ഇട്ട് നടക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കണേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം എങ്ങനെയായാലും വരണം. കാരണം മസ്റ്റ് ട്രൈ എന്ന് പറയുന്ന പോലത്തൊരു സ്ഥലമാണ്. ഞാൻ ഞാൻ പോയിട്ടുണ്ട്. ഗോവേനേക്കാളും എനിക്കിഷ്ടം ഇവിടെയാണ്, സെൻറ്റ് മേരി ഐസ്ലാൻഡാണ്. കാരണം അത്രക്കും സെറ്റപ്പാണത്. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഗോവയിൽ എന്താ സാധാ ബീച്ചാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില ബീച്ചുകളൊക്കെ കുറച്ച് നാക്കുണ്ടെന്നേ ഉള്ളൂ. ഇത് ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടോ ഒക്കെ വരാം. പിന്നെ കല്യാണമൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കപ്പിളായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഇപ്പോൾ ലക്ഷദ്വീപ് പോകാനും അല്ലെങ്കിൽ നമ്മുടെ മാൽദീവ്സ് പോകാനൊന്നും നിങ്ങൾക്ക് ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പൈസക്ക് ഇവിടെ ഒന്ന് പോവാം. ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും അത് മാൽദീവ്സാണ് അല്ലെങ്കിൽ ലക്ഷദ്വീപാണെന്ന് പറയും. കാരണം അജാതി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാൻ അതല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം, എങ്ങനെ നിങ്ങൾക്ക് വരാം. അടിപൊളി സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്ളോഗിങ്ങൊക്കെ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരട്ടാ. കാരണം നമ്മളാരും കളിയാക്കാനില്ല. ഇപ്പോൾ ചെക്കന്മാരൊപ്പം വന്നു കഴിഞ്ഞാൽ കളിയാക്കലുണ്ടാവും. പക്ഷെ ഇന്നിപ്പോൾ കളിയാക്കലില്ല ചേട്ടാ. കാരണം നമ്മളൊരു റേഞ്ച് എത്തുന്നത് വരെ നമ്മൾ കളിയാക്കുള്ളൂ. പിന്നെ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് നമ്മളെ കളിയാക്കൂല. അങ്ങനെയാണ് സിസ്റ്റം. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കളിയാക്കി കൊല്ലും. ഓരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മളായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ കളിയാക്കാൻ നിൽക്കില്ല. പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്നാണ്. അങ്ങനെ സമ്പാദിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടുകാർക്കറിയാം, വീട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും അത് ആ ഒരു രൂപത്തിൽ കാണും. മറ്റേ നമ്മളിത് വെറുതെ ടൈം പാസിന് എടുക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരെല്ലാവരും നമ്മളെ തളർത്തും. ഇതൊക്കെയാണ് സംഭവം. അൾട്ടിമേറ്റ് എല്ലാവർക്കും പൈസ പൈസ പൈസ, എല്ലാവർക്കും പൈസ മതി. അവിടെ ഇങ്ങനെ ആൾക്കൂട്ടം കാണുന്നുണ്ട് കേട്ടോ. ആ ആൾക്കൂട്ടം ലക്ഷ്യമാക്കിയിട്ടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആൾക്കൂട്ടം തന്നെ ആണെന്ന് തോന്നുന്നു. അവിടെ ഇതേപോലത്തെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളിവിടെ ഒറ്റ വന്നതല്ലേ, അതും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. നമ്മളവിടെ നിന്ന് ഉറുമ്പ് മണി പോലെ കണ്ടിരുന്നതൊക്കെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. നല്ല ആൾക്കാരുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡാണ്. പിന്നെ ഇതല്ല ദീപാവലിയല്ല, അതിൻ്റെ ഒഴിവുണ്ടായിരിക്കും. നല്ല ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ഒരു വൃത്തി തോന്നുന്നില്ല ചേട്ടാ. അവിടെയൊക്കെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിക്കണ്. വലിയൊരു വൃത്തിയൊന്നും തോന്നുന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒട്ടക സവാരി, എല്ലാ സംഭവങ്ങളും, ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് ഇവിടെ. എനിക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ നല്ല പൂതിയുണ്ട്. എല്ലാ ആൾക്കാരും അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇറങ്ങാനൊരു മാർഗ്ഗമില്ല. കാരണം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ബാഗ് എവിടെയെങ്കിലൊക്കെ വെക്കണം. ബാഗ് വെക്കാൻ പറ്റിയൊരു ഏരിയയും ഇവിടെ കാണുന്നില്ല. അത് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ. പഠിച്ചവനെ കുതിര ഇതായിരുന്നു, കുതിര സവാരി. നമ്മളവിടെ കണ്ടില്ലേ സ്പീഡ് ബോട്ട്, സെൻറ്റ് മേരി ഐസ്ലാൻഡിൽ മഞ്ഞ സ്പീഡ് ബോട്ട് കണ്ടില്ലേ? ഈ കാണുന്ന സ്പീഡ് ബോട്ട്, അതിന് ഇവിടെ നിന്നാണ് കേട്ടോ കയറൽ. ആ സ്പീഡ് ബോട്ടിന് നമ്മൾ ഇവിടെ നിന്നാണ് കയറൽ. അതിൽ പോവാൻ 400 രൂപയാണ്, മറ്റൊരിടത്തു നിന്ന് 350 റുപ്യാണ്. 50 റുപ്യൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇതിനെക്കാട്ടി നാക്കും വൈബും 350 റുപ്യൻ്റെതാണ്. അതിൽ നിങ്ങൾ പോയാൽ മതി. അതിലാകുമ്പോൾ പാട്ടും കളിയും ഡാൻസും ഒക്കെ ഉണ്ടായിരിക്കും. എന്താ ഒരാൾക്കാരാണ് ഈ കണ്ട മനുഷ്യന്മാരൊക്കെ ഇതിന് വന്നത്. എന്നാൽ പിന്നെ എങ്ങനെ ഒരു ഡ്രോൺ വ്യൂ കണ്ടു നോക്കിയാലോ? കണ്ടോളൂ സുഹൃത്തുക്കളെ.
ഐസും കച്ചവടക്കാരൊക്കെ നോക്കി, ഓരൊക്കെ ആത്മാർത്ഥത നോക്കി. കടലിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടൊക്കെയാണ് ഐസ് വെക്കുന്നത്. വെള്ളമൊക്കെ ഒരുമാതിരി വെള്ളട്ടാ. എത്ര പോലും ആൾക്കാരാണ്. അതിനൊക്കെ ഒരു കുട്ടീനൊക്കെ കാണാതായി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടപ്പടച്ചാണ്. എനിക്ക് ഇറങ്ങാഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമുണ്ട്. പക്ഷെ ബാഗാണൊരു സീന്. ബാഗ് ആരെങ്കിലും ഒന്ന് പിടിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിൽ നിന്ന് ഇതേപോലെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുട്ടികളൊന്നും വെള്ളത്തേക്ക് ഇറക്കില്ല. എന്നാൽ പെരക്കാർക്ക് ഒന്ന് പേടിയാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ വണ്ടി കയറ്റില്ല കേട്ടോ. അതായത് ബീച്ചിക്ക് കാണാം, ബീച്ചിൽ വന്നു കഴിഞ്ഞാലും ആ കുട്ടികളെ അതിലൊന്ന് കളിക്കാൻ വിടേ, ആ വെള്ളത്തേക്ക് ഇറങ്ങാൻ വിടേ ഒന്നുമില്ല. സംഭവം സേഫ്റ്റീൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ചളിയാവുന്ന പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ ആ ചിന്താഗതിയൊക്കെ മാറ്റാം. നമുക്ക് കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാം. ഇപ്പം നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നല്ലോണം ഉണ്ട്. നമുക്ക് ബീച്ചിൽ പോയിക്കണമെന്നറിയില്ല, ബീച്ചിൽ പോയിക്കണമെങ്കിലും ഇതേപോലെ നമ്മൾ കളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം നമുക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികളെങ്കിലും നമ്മളങ്ങനെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഏതായാലും ഞാനിനി ഇവിടുന്ന് ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്, പോവാണ്. നമുക്ക് പോകാനുള്ള റൂട്ട് നിങ്ങൾക്ക് അറിയില്ല. ഇവിടുന്ന് നേരെ ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് പോലത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമ്മൾ ബസ് ഇറങ്ങിയ ആ സ്ഥലം അവിടെ എത്തണം. അവിടേക്ക് ഇനി മിക്കവാറും നടക്കൽ തന്നെ ആയിരിക്കും. നടന്ന് അവിടെ എത്തും. അവിടുന്ന് ബസ് കയറിയിട്ട് ഉടുപ്പി ബസ് സ്റ്റാൻഡിലെത്തും. ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ പോകും. അവിടുന്ന് ട്രെയിൻ കയറി പോകും. ആ വിശേഷങ്ങളൊക്കെ ആ പോണ വീഡിയോസൊക്കെ ചിലപ്പം കാണാം, ചിലപ്പം കാണാൻ പറ്റില്ല. സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം, കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവർക്കും റീപ്ലൈ തരുന്നതായിരിക്കും. ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബീച്ചിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇവിടെ AC ലോഞ്ചിൽ കയറിയിരുന്നു, ഫ്രഷായി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒരു 10:15 നമുക്ക് ട്രെയിനുണ്ട്. നമ്മളെ ടോട്ടൽ ചിലവ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് തിരൂരിൽ നിന്ന് ഉടുപ്പിക്കുള്ള ട്രെയിൻ ടിക്കറ്റ് 125. പിന്നെ ഇവിടുന്ന് നമുക്ക് ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്കുള്ള 110 രൂപ. പിന്നെ അവിടെ നിന്ന് ഫുഡൊന്നും നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കഴിക്കുന്ന മാതിരി ആവില്ല നിങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതൊക്കെ ഡിപ്പെൻസാണ്. നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നത് അതിനുള്ളത് കഴിക്കാം. പിന്നെ ഇവിടെ നമ്മളെ ഡോർമെട്രി സ്റ്റേ എടുത്തതും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇനി റൂമാണെങ്കിൽ റൂം തന്നെ എടുക്കാം, ഡോർമെട്രി എടുക്കണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മെയിനായിട്ടുള്ള ചിലവ് നമുക്ക് ട്രാവലിംഗ് ആണ്. അപ്പോൾ അതിനാദ്യം ട്രെയിനിൻ്റെ 125 രൂപ, 110 രൂപ റെയിൽവേ സ്റ്റേഷൻ ടു ബസ് സ്റ്റാൻഡ്. പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കുക. ബസ് സ്റ്റാൻഡ് ടു പിന്നെ മാൽപ്പേക്ക് 15 രൂപയാണ് ബസ്സിന് വരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്ന് ബോട്ടിംഗ് സർവീസിൻ്റെ ആ ഏരിയയ്ക്ക് പോവുക. അവിടെ നിന്ന് 350 രൂപ കൊടുത്തിട്ട് മാൽപ്പേ ദ്വീപിൽ പോവുക. ദ്വീപിൽ നിന്ന് അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാം. തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾക്ക് മാൽപ്പേ ബീച്ച് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണാം. അതിന് ശേഷം ഞാൻ മാൽപ്പേ ഇതിൽ വീഡിയോയിൽ പെടാത്തൊരു സംഭവം, മാൽപ്പേ ബീച്ചിൽ നിന്ന് അവിടെ മാൽപ്പേ ബസ് സ്റ്റോപ്പിലേക്ക് ഞാനൊരു ഓട്ടോയിലാണ് വന്നത്. 10 രൂപ തിരിച്ചു പോകുന്ന ഓട്ടോയിൽ നിന്ന് 10 രൂപ കൊടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്ക് 15 രൂപ. പിന്നെ അവിടെ നിന്ന് ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് 120 രൂപ ഓട്ടോക്ക് വാങ്ങി, ആ 120 രൂപ. പിന്നെ ഇവിടെ നിന്ന് ഇനി തിരിച്ച് തിരൂരിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഏകദേശം 125 രൂപ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒരു ചിലവാണ് നമുക്ക് ടോട്ടലി വരുന്നത്. ഇതിൽ ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുഡ് നിങ്ങൾക്കനുസരിച്ചിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാം. ഇപ്പോൾ ഈ AC ലോഞ്ച് ഇതും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് AC ലോഞ്ചിൽ തന്നെ ഇരിക്കണം എന്നില്ല.
ഞാനൊരു 2-3 മണിക്കൂർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ കയറിയിരുന്നത്. ഇനി പുറത്തിരുന്ന് കഴിഞ്ഞാലും പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ചിലവുകൾ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത് തോന്നുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഔദ്യോഗികമായിട്ട് നമ്മളെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ട്രെയിൻ കയറി സീറ്റ് കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ഇനി തിരൂരെത്തിക്കഴിഞ്ഞാൽ ക്യാമറ ഓണാക്കാനുള്ള മൂഡൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് മൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ശേഷം വീഡിയോ കാണാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഔദ്യോഗികമായിട്ട് വീഡിയോ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കുന്തും നിങ്ങൾ ചെയ്ത് വെച്ചോളി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നൊരിക്കൽ കാണാം. ഗുഡ് ബൈ.